CPM-നെ പരാജയപ്പെടുത്താൻ BJP UDF-നെ രഹസ്യമായി സഹായിക്കുന്നു എന്ന് പലപ്പോഴും ഇടതുപക്ഷം ആരോപിക്കാറുണ്ടായിരുന്നു. മുമ്പ് കേരളത്തിൽ ബേപ്പൂർ മോഡൽ സഖ്യം, അതായത് വടകരയിൽ രത്നസിംഗ് എന്ന് പറയുന്ന സ്വതന്ത്രനെ BJP-യും UDF കൂടി പിന്തുണയ്ക്കുന്നു. അതേപോലെ ബേപ്പൂരിൽ മാധവൻകുട്ടി എന്ന് പറയുന്ന ആളെ നിയമസഭാ മണ്ഡലത്തിൽ ഡോക്ടർ മാധവൻകുട്ടി മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പലായിരുന്ന മാധവൻകുട്ടിയെ BJP പിന്തുണയോടെ സ്വതന്ത്രമായി നിർത്തുന്നു. അദ്ദേഹത്തെ UDF സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊരു മറ്റ് സീറ്റുകളിൽ CPM-നെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP UDF-ന് വോട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊരു ബേപ്പൂർ മോഡൽ സഖ്യത്തെക്കുറിച്ചൊക്കെ വലിയ പരാതികളൊക്കെ ഉണ്ടായ സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇപ്പോ കേരളത്തിലെ UDF നേതാക്കൾ, പ്രത്യേകിച്ച് KC വേണുഗോപാലും VD സതീശനും ഒക്കെ പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ ഡീലുണ്ട്, അതായത് 10 മണ്ഡലങ്ങളിൽ BJP-യെ ജയിക്കാൻ വേണ്ടി ഡീലുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത്. അപ്പൊ ഇത് പ്രഥമദൃഷ്ട്യാ തന്നെ സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ തന്നെ അവരൊക്കെ തന്നെ കയ്യോടെ തള്ളുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, കേരളത്തിന് തൊട്ടുപുറത്ത് തമിഴ്നാട്ടിൽ കോൺഗ്രസും DMK-യും CPM-ഉം ഒക്കെ തന്നെ ഒരു സഖ്യകക്ഷിയാണ്. അതേപോലെ തന്നെ ബംഗാളിലാണെങ്കിൽ മമതാ ബാനർജിക്കും BJP-ക്കും എതിരായിട്ട് ഒരു ഭാഗത്ത് മമതാ ബാനർജി, മറ്റൊരു ഭാഗത്ത് BJP. ഈ രണ്ട് മുന്നണികൾക്കും അല്ലെങ്കിൽ രണ്ട് പാർട്ടികൾക്കും എതിരായിട്ട് കോൺഗ്രസും CPM-മാണ് സഖ്യമായിട്ട് മത്സരിക്കുന്നത്. അപ്പം ദീർഘകാലത്തെ CPM-ന്റെ ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. കോൺഗ്രസ് അതിനകത്ത് CPM-ആയിട്ടൊരു അന്തർധാരയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അങ്ങനെ മമതാ ബാനർജി അവരെ CPM-നെതിരായ പോരാട്ടം നടത്തി, അവരെ ശാരീരികമായി ആക്രമിച്ചു. ഒടുവിൽ അവർ ജയിച്ചു. 2011 വരെ അധികാരത്തിലേക്ക്. പക്ഷെ ഇപ്പൊ എന്താ CPM ചെയ്യുന്നത്? CPM കോൺഗ്രസുമായിട്ടാണ് സഖ്യം. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും നിയമസഭയിൽ തന്നെ സീറ്റ് കിട്ടിയില്ല. അപ്പൊ ദേശീയ തലത്തിലാണെങ്കിൽ ഒരു ഇന്ത്യ മുന്നണിയുണ്ട്. ആ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ് CPM-ഉം കോൺഗ്രസും. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ CPM ഭരണത്തിന്റെ ദുർഭരണത്തെ എതിർക്കുന്നതിന് പകരം BJP കേന്ദ്ര ഭരണത്തിനെതിരായിട്ടുള്ള പ്രമേയങ്ങൾ ദൈനംദിനം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തന്നെ ഒരു 6 പ്രമേയമാണ് കേരളത്തിലെ സർക്കാർ പാസ്സാക്കിയത്. ആ പ്രമേയം, നിയമസഭാ പ്രമേയം പാസ്സാക്കിയതൊക്കെ തന്നെ കോൺഗ്രസും അതേപോലെ തന്നെ CPM-ഉം ഒരുമിച്ചാണ്. അപ്പം എല്ലാ വിഷയങ്ങളിലും, അത് ഇറാനിന്റെ വിഷയമാണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിഷയമാണെങ്കിലും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 പിൻവലിക്കുന്ന കാര്യത്തിലാണെങ്കിലും, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഗസയിലെ പ്രശ്നത്തിന്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാ കാര്യങ്ങളിലും കേരളത്തിലെ സർക്കാർ അതേപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് BJP-യെ ജയിപ്പിക്കാൻ വേണ്ടി ഒരു ഡീലുണ്ട് എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ആര് തമ്മിലാണ് ഡീൽ? നമുക്കറിയാം, നേമത്തെ BJP ജയിച്ചിരുന്ന രാജഗോപാൽ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ ആ BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടി K മുരളീധരനെ കൊണ്ടുവന്നത് എന്തിനാണ്? കാരണം BJP-ക്ക് കിട്ടാവുന്ന കുറെ വോട്ടുകളൊക്കെ K മുരളീധരൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ CPM-ന് ജയിച്ചു കയറാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മുരളീധരനെ നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? മുരളീധരൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ BJP-യെ തങ്ങൾക്ക് സീറ്റ് ഇല്ലെങ്കിലും BJP-ക്ക് സീറ്റ് കിട്ടാൻ പാടില്ല എന്നുള്ളതായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നയം. നമുക്ക് വടക്കൻ കേരളത്തിൽ മഞ്ചേശ്വരം, കേരളത്തിലെ വടക്കേ അറ്റത്തെ മണ്ഡലം, ആ മഞ്ചേശ്വരത്തെ എന്താണ് ചെയ്യുന്നത്? CPM-ന്റെ വോട്ടുകൾ ആർക്കാ കിട്ടുന്നത്? കാരണം നേരത്തെ അവിടെ CPM-ന്റെ MLA ജയിച്ചിരുന്നതാണ്. പക്ഷെ CPM ഇന്ന് 3ാം സ്ഥാനത്താണ്. കാരണം BJP ജയിക്കാതിരിക്കാൻ വേണ്ടി അവരൊക്കെ തന്നെ വോട്ട് മുസ്ലിം ലീഗിനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊരു പാരമ്പര്യമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുള്ളത്. പക്ഷേ അതേ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പൊ പറയുന്നത് BJP-യും CPM-ഉം തമ്മിൽ സഖ്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ സത്യത്തിൽ തിരുവനന്തപുരം ജില്ല എടുത്തു നോക്കുക, BJP-ക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ. ആ സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ, അപ്പൊ ഉദാഹരണത്തിന് നേമം, അവിടെ പ്രധാനപ്പെട്ട മത്സരം ആര് തമ്മിലാണ്? വളരെ പ്രധാനപ്പെട്ട മത്സരം BJP-യും CPM-ഉം തമ്മിലാണ് മത്സരം. BJP ജയിച്ച സമയത്ത് CPM 2ാം സ്ഥാനത്തായി, CPM ജയിച്ച സമയത്ത് BJP 2ാം സ്ഥാനത്തായി. വട്ടിയൂർക്കാവിൽ ആര് തമ്മിലാണ് മത്സരം? വട്ടിയൂർക്കാവിൽ 1ാം സ്ഥാനം, ഇപ്പൊ ജയിച്ച MLA-ക്ക് 1ാം സ്ഥാനം, 2ാം സ്ഥാനത്ത് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യാണ് മുമ്പിൽ നിൽക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും BJP 1ാം സ്ഥാനത്ത്, CPM 2ാം സ്ഥാനത്ത്. അപ്പൊ എങ്ങനെയാണ് പിന്നെ CPM-ഉം BJP-യും തമ്മിൽ സഖ്യമുണ്ടാവുക? കഴക്കൂട്ടം എടുത്തു നോക്കൂ. കഴക്കൂട്ടത്ത് ആരാണ് കഴിഞ്ഞ തവണ ജയിച്ചത്? കടകംപള്ളി സുരേന്ദ്രൻ. 2ാം സ്ഥാനത്ത് വന്നത് ആരാണ്? BJP. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും തമ്മിലാണ് പ്രധാനപ്പെട്ട ഫൈറ്റ് നടക്കുന്നത്. BJP-യും CPM-ഉം തമ്മിലാണ് നടക്കുന്നത്. ഇവിടെയൊക്കെ കോൺഗ്രസ് 3ാം സ്ഥാനത്താണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് BJP-യും 1ഉം 2ഉം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന BJP-യും CPM-ഉം തമ്മിൽ എങ്ങനെയാണ് ഡീൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം. അപ്പം
ഒരു ഭാഗത്ത് മുസ്ലിം വർഗീയ ശക്തികളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ പ്രവർത്തിക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള അന്താരാഷ്ട്ര വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെടുന്നു. കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന UDF, ആ നയമാണ് UDF സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അവർ ആരോപിക്കുന്നത് കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ഈ കണക്കുകളിലൂടെ നോക്കുന്ന സമയത്ത് ഇവരുടെ ഈ വായ്ത്താരികളൊക്കെ തന്നെ പൊള്ളയാണെന്ന് നമുക്ക് മനസ്സിലാകും.